നമസ്തേ. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ ആവശ്യമായിട്ടുള്ള സെൻറ്റൻസുകൾ ഹിന്ദിയിൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് സൗണ്ടിൽ ചിലപ്പോൾ ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കും. അതെങ്ങനെ ഹിന്ദിയിൽ പറയും? അഭി ഇധർ ബോത്ത് ബാരിഷ് ഹോ രഹാ ഹൈ, സൗണ്ട് മേ തോടാ ശായദ് ഡിസ്റ്റർബൻസ് ഹോഗാ. രണ്ടുപേര് കൂടി ഒരു കാപ്പിക്കടയിൽ പോകുന്നതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഏതെങ്കിലും നല്ല കാപ്പിക്കടയിൽ പോകാം. അതെങ്ങനെ പറയും? ഏതെങ്കിലും എന്നുള്ളതിന് കിസി. നല്ല കാപ്പിക്കട എന്നുള്ളതിന് അച്ഛേ ജൽപാൻ ഗൃഹ്. ജൽപാൻ ഗൃഹ് എന്ന് പറഞ്ഞാൽ കാപ്പിക്കടയാണ്. അച്ഛേ ജൽപാൻ ഗൃഹമേ ചലാ ജായ്, പോകാം, അല്ലെങ്കിൽ ചായെങ്കെ, എങ്ങനെ വേണമെങ്കിലും പറയാം. കിസി അച്ഛേ ജൽപാൻ ഗൃഹമേ ചലാ ജായ്, ഏതെങ്കിലും നല്ല കാപ്പിക്കടയിൽ പോകാം. ഇനി ഫാമിലി ആയിട്ടാണ് പോകുന്നതെങ്കിൽ പരസ്പരം പറയുകയാണ്, അകത്ത് ഫാമിലി റൂമുണ്ട്, അവിടെ ഇരിക്കാം. അതെങ്ങനെ പറയും? അന്തർ ഫാമിലി റൂം ഹേ ഉദർ ബൈഠത്തെ ഹേ, അവിടെ ഇരിക്കാം. അന്തർ ഫാമിലി റൂം ഹേ ഉദർ ബൈഠത്തെ ഹേ, അകത്ത് ഫാമിലി റൂമുണ്ട്, അവിടെ ഇരിക്കാം. അന്തർ ഫാമിലി റൂം ഹേ ഉദർ ബൈഠത്തെ ഹേ. എന്നിട്ട് വെയിറ്ററോട് പറയാണ്, മെനു കാർഡ് തരൂ അല്ലെങ്കിൽ കാണിക്കൂ. മെനു കാർഡ് തരൂ എന്നുള്ളതിന് മെനു കാർഡ് ദേദോ, കാണിക്കൂ എന്നുള്ളതിന് ദിഖാവോ. മെനു കാർഡ് ദേദോ അല്ലെങ്കിൽ ദിഖാവോ. മെനു കാർഡ് തരൂ അല്ലെങ്കിൽ കാണിക്കൂ. അപ്പോൾ വെയിറ്റർ പറയാണ്, സാർ ഇതെടുത്താലും. ലീജിയേ മെനു കാർഡ് ലീജിയേ. ഞാൻ ഓർഡർ എടുക്കട്ടെ, അല്ലെങ്കിൽ വേറെ രീതി ചോദിക്കാം, എന്താണ് കഴിക്കാൻ വേണ്ടത്? ഓർഡർ എടുക്കട്ടെ എന്നെങ്ങനെ ചോദിക്കും? ക്യാ മേ ആപ്കാ ഓർഡർ ലേ സക്താ ഹൂം. ക്യാ മേ ആപ്കാ ഓർഡർ ലേ സക്താ ഹൂം, അങ്ങനെയും ചോദിക്കാം. അല്ലെങ്കിൽ ഖാനേ മേ ആപ്കോ ക്യാ ചാഹിയേ. ആപ്കോ ഖാനേ മേ ക്യാ ചാഹിയേ, കഴിക്കാൻ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഖാനേ മേ ആപ്കോ ക്യാ ചാഹിയേ, അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ക്യാ മേ ആപ്കാ ഓർഡർ ലേ സക്താ ഹൂം, അങ്ങനെ ചോദിക്കാം. ഏത് രീതിയിലാണോ ഇഷ്ടം അതുപോലെ ചോദിക്കാം. അപ്പോൾ പറയുകയാണ്, ഞാൻ ഇതുവരെ മെനു ശരിക്കും നോക്കിയില്ല. മേ അഭി തക്, ഇതുവരെ. മേ അഭി തക് മെനു ഠീക് സേ ദേഖാ നഹി. ഠീക് സേ ദേഖാ നഹി എന്ന് പറഞ്ഞാൽ ശരിക്കും നോക്കിയിട്ടില്ല. മേ അഭി തക് മെനു ഠീക് സേ നഹി ദേഖാ ഹേ, ഞാൻ ഇതുവരെ മെനു ശരിക്കും നോക്കിയില്ല. കുറച്ച് സമയത്തിന് ശേഷം പറയാം. കുറച്ച് സമയത്തിന് ശേഷം ഓർഡർ തരാം, അത് പറയുക. തോടി ദേർ കെ ബാദ്, കുറച്ച് സമയത്തിന് ശേഷം. ബോൾത്താ ഹൂം, പറയാം. തോടി ദേർ കെ ബാദ് ബോൾത്താ ഹൂം, കുറച്ച് സമയത്തിന് ശേഷം പറയാം. കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ എല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് പറയുക, ഇനിയിപ്പോൾ ഓർഡർ എടുത്തോളൂ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓർഡർ എടുക്കാം. അതിനെങ്ങനെ പറയും? അഭി ഓർഡർ ലേലോ. അഭി ഓർഡർ ലേലോ, ഇനിയിപ്പോൾ ഓർഡർ എടുത്തോളൂ. ഇപ്പോൾ എന്നുള്ളതിന് അഭി ആബ് ഓർഡർ ലേ സക്തേ ഹേ, അല്ലെങ്കിൽ അഭി ഓർഡർ ലേലോ, എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ വെയിറ്റർ പറയുകയാണ്, ബോലിയെ അല്ലെങ്കിൽ കഹിയെ, പറഞ്ഞാലും. അപ്പോൾ ഓർഡർ കൊടുക്കുകയാണ്, ചപ്പാത്തിയും ഒരു പ്ലേറ്റ് ചിക്കൻ കറിയും. അതെങ്ങനെ പറയും? റൊട്ടി ഓർ ചിക്കൻ കറി ഏക് പ്ലേറ്റ്, അല്ലെങ്കിൽ ഏക് പ്ലേറ്റ് ചിക്കൻ കറി. ചപ്പാത്തിയും ഒരു പ്ലേറ്റ് ചിക്കൻ കറിയും. റൊട്ടി ഓർ ഏക് പ്ലേറ്റ് ചിക്കൻ കറി. ഇവിടെ ചോറ് കിട്ടുമോ? പിന്നെ ചോദിക്കുകയാണ്, എഹാം ചാവൽ മിൽത്താ ഹേ ക്യാ. ചോറെന്നുള്ളത് നമ്മൾ ചാവൽ എന്ന് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എഹാം ചാവൽ മിൽത്താ ഹേ ക്യാ, ഇവിടെ ചോറ് കിട്ടുമോ? അപ്പോൾ പറയാണ്, കിട്ടും, ഇതുകൂടാതെ ചൈനീസ് ഫ്രൈഡ് റൈസും കിട്ടും എന്ന് പറയുകയാണ്. മിലേഗ, കിട്ടും എന്നുള്ളതിന് മിലേഗ, ചാവൽ മിലേഗ. ഇസ്കെ അലാവ, അതുകൂടാതെ, ഇതുകൂടാതെ ചൈനീസ് ഫ്രൈഡ് റൈസ് ഭീ മിലേഗ, ചൈനീസ് ഫ്രൈഡ് റൈസും കിട്ടും. ചോറ് കിട്ടും എന്നുള്ളതിന് പറയും ചാവൽ മിലേഗ. പിന്നെ ഇതുകൂടാതെ ഇസ്കെ അലാവ ചൈനീസ് ഫ്രൈഡ് റൈസ് ഭീ മിലേഗ, ചൈനീസ് ഫ്രൈഡ് റൈസും കിട്ടും. അടുത്തായിട്ട് ചോദിക്കുക, സൂപ്പ് കിട്ടുമോ? സൂപ്പ് മിലേഗ. സൂപ്പ് മിലേഗ, കിട്ടുമോ? സൂപ്പ് മിലേഗ, സൂപ്പ് കിട്ടുമോ? ആദ്യം എനിക്ക് ടൊമാറ്റോ സൂപ്പ് ക്രീമിൻ്റെ കൂടെ തരൂ. ആദ്യം പെഹലെ മുച്ചേ ടൊമാറ്റോ സൂപ്പ് ക്രീം കെ സാത്ത് ദേദോ. ക്രീം ഇട്ട് തരുന്നതിനാണ് ക്രീം കെ സാത്ത് ദേദോ. പെഹലെ മുച്ചേ ടൊമാറ്റോ സൂപ്പ് ക്രീം കെ സാത്ത് ദേദോ. ആദ്യം എനിക്ക് ടൊമാറ്റോ സൂപ്പ് ക്രീമിൻ്റെ കൂടെ തരൂ, അത് ക്രീം ഇട്ട് തരൂ. പെഹലെ മുച്ചേ ടൊമാറ്റോ സൂപ്പ് ക്രീം കെ സാത്ത് ദേദോ. വെയിറ്റർ വീണ്ടും ചോദിക്കുകയാണ്, ഏതു മധുര പലഹാരമാണ് വേണ്ടത്? കോൺസാ സ്വീറ്റ് ചാഹിയെ. അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ചോദിക്കാം. കോൺസാ സ്വീറ്റ്, ഏത് സ്വീറ്റ്, ഏത് സ്വീറ്റാണ് വേണ്ടത്? കോൺസാ സ്വീറ്റ് ചാഹിയെ. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ചോദിക്കുന്നത്, മീठी ചീസ് മേ ആപ് ക്യാ ലേനാ പസന്ദ് കരേങ്കെ. മധുരമുള്ള സാധനങ്ങളിൽ താങ്കൾ എന്ത് എടുക്കാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലെ എന്താണ് ഇഷ്ടപ്പെടുന്നത്? മീठी ചീസ് മേ ആപ് ക്യാ ലേനാ പസന്ദ് കരേങ്കെ.
മീഠി ചീസ് മേ ആപ് ക്യാ ലേന പസന്ദ് കരേംഗെ അങ്ങനെയും ചോദിക്കാം. സിമ്പിളായിട്ട് നമുക്ക് ചോദിക്കാം കോൺസാ സ്വീറ്റ് ചായേ, ഏത് സ്വീറ്റാണ് വേണ്ടത്. മീഠി ചീസ് മേ ആപ് ക്യാ ലേന പസന്ദ് കരേംഗെ, മധുരമുള്ള സാധനങ്ങളിൽ താങ്കൾ എന്തെടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. മീഠി ചീസ് മേ ആപ് ക്യാ ലേന പസന്ദ് കരേംഗെ അല്ലെങ്കിൽ കോൺസാ സ്വീറ്റ് ചായേ. അപ്പോൾ ചോദിക്കുകയാണ് എന്തെല്ലാം മധുരപലഹാരങ്ങളാണ് ഉള്ളത്. അപ്പോൾ എന്തെല്ലാം മധുരപലഹാരങ്ങളുള്ളതെന്ന് ചോദിക്കുന്നത് മീഠേ മേ ആപ്കെ പാസ് ക്യാ ക്യാ ഹേ, എന്തെല്ലാമാണുള്ളത്. ക്യാ ക്യാ ഹേ എന്തെല്ലാം. മീഠേ മേ മധുരങ്ങളിൽ, ആപ്കെ പാസ് ക്യാ ക്യാ ഹേ എന്തെല്ലാമാണ് ഉള്ളത്. ഞങ്ങളുടെ ഇവിടെ പുഡിംഗ്, ഐസ്ക്രീം, ചോക്ലേറ്റ് കേക്ക് മുതലായവയുണ്ട്. അതെങ്ങനെ പറയും? ഞങ്ങളുടെ ഇവിടെ, ഹമാരേ ഹാം, ഞങ്ങളുടെ ഇവിടെ എന്നുള്ളതിന് ഹമാരേ ഹാം. പിന്നെ നമ്മൾ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് പറയണം. പുഡിംഗ്, ഐസ്ക്രീം, ചോക്ലേറ്റ് കേക്ക് മുതലായവയുണ്ട്. മുതലായവയുണ്ടെന്നുള്ളതിന് ആദി, ആദി എന്ന് പറഞ്ഞാൽ മുതലായവ. ആദി ഹേ, ഹമാരേ ഹാം, പുഡിംഗ്, ഐസ്ക്രീം, ചോക്ലേറ്റ് കേക്ക്, ആദി ഹേ. ഞങ്ങളുടെ ഇവിടെ പുഡിംഗ്, ഐസ്ക്രീം, ചോക്ലേറ്റ് കേക്ക് മുതലായവയുണ്ട്. അപ്പോൾ പറയാണ് എനിക്ക് ചോക്ലേറ്റ് കേക്ക് മതി, അല്ലെങ്കിൽ ഞാൻ ചോക്ലേറ്റ് കേക്കാണ് എടുക്കുന്നത്. മേ ചോക്ലേറ്റ് കേക്ക് ലൂങ്ക, മേ ചോക്ലേറ്റ് കേക്ക് ലൂങ്ക. അല്ലെങ്കിൽ മുझे ചോക്ലേറ്റ് കേക്ക് ചാഹിയേ എന്നും പറയാം. മുझे ചോക്ലേറ്റ് കേക്ക് ചാഹിയേ എന്നും പറയാം നമുക്ക്. വേറെ എന്തെങ്കിലും വേണോ? അപ്പോൾ വീണ്ടും വെയിറ്റർ ചോദിക്കുക വേറെ എന്തെങ്കിലും വേണോ. കുച്ച് ഓർ ചാഹിയേ, വേറെ എന്തെങ്കിലും എന്നുള്ളതിന് കുച്ച് ഓർ, വേണോ. ചാഹിയേ, കുച്ച് ഓർ ചാഹിയേ, വേറെ എന്തെങ്കിലും വേണോ. ബിൽ തരൂ, അതെങ്ങനെ പറയും? ബിൽ ദേദോ. ബിൽ തരൂ എന്നുള്ളതിന് ബിൽ ദേദോ. താങ്കളുടെ ടിപ്പാണ്, അല്ലെങ്കിൽ ഇത് താങ്കളുടെ ടിപ്പ്. എ രഹി ആപ്കി ബക്ഷീസ്. ടിപ്പ് എന്നുള്ളതിന് നമ്മൾ എന്തുവാ പറയുന്നത്? ബക്ഷീസ്, ബക്ഷീസ്. എ രഹി ആപ്കി ബക്ഷീസ്. എഴുതുമ്പോൾ നമ്മൾ എഹ് രഹി എന്ന് എഴുതുമെങ്കിലും എ രഹി എന്നാണ് നമ്മൾ പറയുമ്പോൾ പറയുന്നത്. എ രഹി ആപ്കി ബക്ഷീസ്. ബക്ഷി എന്ന് പറഞ്ഞാൽ ടിപ്പ്. ഇനി റെസ്റ്റോറൻറ്റ് റിലേറ്റഡ് വേറെയും ചില സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. ഇവിടെ നല്ല ആഹാരം കിട്ടും. അതെങ്ങനെ പറയും? ഇതർ ഖാന അച്ഛാ മിൽത്താ ഹേ. നമ്മൾ ആഹാരത്തിനും ഖാന എന്ന് പറയും. കഴിക്കുക എന്നുള്ളതിനും ഖാന എന്ന് തന്നെയാണ് പറയുന്നത്. ആഹാരം എന്നുള്ളതിനും ഖാന എന്ന് പറയും. ഇതർ ഖാന അച്ഛാ മിൽത്താ ഹേ, ഇവിടെ നല്ല ആഹാരം കിട്ടും. ഇതർ ഖാന അച്ഛാ മിൽത്താ ഹേ. എനിക്കിത് ഇഷ്ടമുള്ള അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട റെസ്റ്റോറൻ്റാണ്. ഏക് മേരാ മൻപസന്ദ് ജൽപാൻ ഗൃഹേ. ഏക് മേരാ മൻപസന്ദ് ജൽപാൻ ഗൃഹേ എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ ഇഷ്ടപ്പെട്ട റെസ്റ്റോറൻ്റാണ്. ഇത് തികച്ചും ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ്, അല്ലെങ്കിൽ സസ്യഭോജനശാലയാണ്. അതെങ്ങനെ പറയും? ശുദ്ധ രൂപസേ ശാകാഹാരി ജൽപാൻ ഗൃഹേ. ശാകാഹാരി എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻ, ശാകാഹാരി, ശാകാഹാരി വെജിറ്റേറിയൻ, ജൽപാൻ ഗൃഹ് റെസ്റ്റോറൻറ്റ്. ശാകാഹാരി ജൽപാൻ ഗൃഹേ പൂർണ്ണ രൂപസേ അല്ലെ ശുദ്ധ രൂപസേ ഏക് ശാകാഹാരി ജൽപാൻ ഗൃഹ ഹേ എന്ന് പറഞ്ഞാൽ ഇത് തികച്ചും ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ്. ഇവിടെ വലിയ തിരക്കാണ്. യഹാം ബഹുത് ഭീഡ്, അല്ലെങ്കിൽ അവധി ദിവസങ്ങളിൽ ഇവിടെ ഭയങ്കര തിരക്കാണെന്ന് എങ്ങനെ പറയും? छुट्टी के दिनों में यहाँ बहुत भीड़ होता है. छुट्टी के दिनों में यहाँ बहुत भीड़ होता है. അവധി ദിവസങ്ങളിൽ ഇവിടെ ഭയങ്കര തിരക്ക് തോന്നും, തിരക്കാണ്. 2 കോഫി കൊണ്ടുവരൂ. ദോ കോഫി ലാവോ എന്നും പറയാം, ലായി എന്നും പറയാം. ദോ കോഫി ലാവോ അല്ലെങ്കിൽ ദോ കോഫി ലായിയേ. അപ്പം ചോദിക്കുകയാണ് കാപ്പിയുടെ കൂടെ എന്താണ് വേണ്ടത്? കോഫി കെ സാത്ത് ക്യാ ലേംഗെ, എന്തെടുക്കും അല്ലെങ്കിൽ എന്ത് വേണം എന്നുള്ള അർത്ഥമാണ്. കോഫി കെ സാത്ത് ക്യാ ചാഹിയേ എന്നും ചോദിക്കാം, കോഫി കെ സാത്ത് ക്യാ ലേംഗെ എന്നും ചോദിക്കാം. നമ്മൾ സാധാരണ സംസാര ഭാഷയിൽ ക്യാ ലേംഗെ എന്നാണ് കൂടുതൽ ചോദിക്കുന്നത്. ക്യാ ചാഹിയേ എന്നുള്ളതിന് കൂടുതലും അങ്ങനെയല്ല ചോദിക്കുന്നത്, ക്യാ ലേംഗെ എന്നാണ് ചോദിക്കുന്നത്. അപ്പ് ക്യാ ലേംഗെ, ചായ യാ കോഫി, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത്. ചായ വേണോ അതോ കാപ്പി വേണോ? ക്യാ ലേംഗെ അങ്ങനെയാണ് ചോദിക്കുന്നത്. കോഫി കെ സാത്ത് ക്യാ ലേംഗെ, കോഫിയുടെ കൂടെ എന്താണ് വേണ്ടത്? ഒന്നും വേണ്ട അല്ലെങ്കിൽ ഒന്നും തന്നെ വേണ്ട. കുച്ച് ഭി നഹീ ചാഹിയേ, കുച്ച് ഭി നഹീ ചാഹിയേ, ഒന്നും തന്നെ വേണ്ട. കുച്ച് ഭി എന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ. കുച്ച് ഭി നഹീ ചാഹിയേ എന്ന് പറയുമ്പം ഒന്നും തന്നെ വേണ്ട. നമ്മൾ വെയിറ്ററിനോട് പറയാം കുറച്ച് വെള്ളം തരൂ. വെയിറ്റർ തോടാ പാനി ദേദോ, അല്ലെങ്കിൽ ഇങ്ങനെ പറയും അരേ ഭായ് തോടാ പാനി ദേദോ. നമുക്ക് നോർത്തിലോട്ടൊക്കെ പോകുമ്പോൾ എല്ലാവരും ഭായ് ചേർത്ത് പറയും. അരേ ഭായ് തോടാ പാനി ദേദോ, കുറച്ച് വെള്ളം തരൂ. എനിക്ക് വൃത്തിയുള്ള ഒരു സ്പൂൺ തരൂ. മുझे एक साफ चम्मच दे दो.
മുझേ ഏക് സാഫ് ചമ്മച്ച് ദേ ദോ. ഒരു സ്പൂൺ തരൂ, എനിക്ക് വൃത്തിയുള്ള ഒരു സ്പൂൺ തരൂ. മുझേ ഏക് സാഫ് ചമ്മച്ച് ദേ ദോ. എനിക്ക് ആപ്പിൾ ജ്യൂസ് തരൂ. മുझേ സേബ് കാ രസ് ദേ. സേബ് എന്ന് പറഞ്ഞാൽ ആപ്പിൾ, സേബ് കാ രസ് ആപ്പിൾ ജ്യൂസ്. മുझേ സേബ് കാ രസ് ദേ ദോ. ഇവിടുത്തെ സർവീസ് വളരെ നല്ലതാണ്. ഇവിടുത്തെ എന്നുള്ള യഹാങ്കി സേവ സർവീസ് ബഹുത് അച്ഛാ ഹേ, വളരെ നല്ലതാണ്. യഹാങ്കി സേവ ബഹുത് അച്ഛാ ഹേ, ഇവിടുത്തെ സർവീസ് വളരെ നല്ലതാണ്. വളരെ പതുക്കെയാണ്, ബഹുത് ധീമി ഹേ. ധീമി എന്ന് പറഞ്ഞാൽ പതുക്കെ, ബഹുത് ധീമി ഹേ, വളരെ പതുക്കെയാണ്. സർവീസ് വളരെ പതുക്കെയാണ്, അതാണ് സർവീസ് ബഹുത് ധീമി ഹേ എന്ന് പറയാം. ഇനി മാംസഭുക്ക് എന്ന് പറയാനായിട്ട് മാംസാഹാരി എന്നാണ് പറയുന്നത്. മാംസഭുക്ക് മാംസാഹാരി. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. വീണ്ടും വീണ്ടും വീഡിയോ കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അടുത്ത വീഡിയോയുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു.